നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ വിഷയം ഒരു ഗ്ലോബൽ ടോപ്പിക്കാണ്. അത് ലോകത്താകമാനമുള്ള വിഷയമാണ്. പറയുന്നത് കാർലോ ആഞ്ചലോട്ടിയാണ്. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിനായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ എത്തിയിരിക്കുകയാണല്ലോ അദ്ദേഹം. ഇന്നലെ ബ്രസീൽ ടീം അവിടെ ലാൻഡ് ചെയ്തു. ആ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതുപോലെ പ്രൈം ടിവിക്ക് നൽകിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം വരുന്നത്. നെയ്മറെക്കുറിച്ചുള്ള വാക്കുകളാണോ നിങ്ങൾ പോർച്ചുഗീസിൽ ഏറ്റവും അധികം കേട്ടത്? നെയ്മർ എന്ന വാക്കാണോ കൂടുതലായിട്ട് കേട്ടത്? ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് എത്തിയിട്ട് നെയ്മർ എന്ന വാക്കാണോ നിങ്ങൾ കൂടുതലായിട്ട് കേട്ടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോ മോർ. എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു സംശയമില്ല അതിനെക്കുറിച്ചൊന്നും. നെയ്മർ എന്ന് പറഞ്ഞാൽ അതൊരു ഹോട്ട് ടോപ്പിക്കായിരുന്നു നെയ്മർ വിഷയം. അത് പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്രസീലിൽ മാത്രം, പോർച്ചുഗീസ് വേർഡിങ്ങിൽ മാത്രമല്ല. ഞാൻ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്തിരുന്നു. അവിടെയും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഞാൻ നെയ്മറെ വേൾഡ് കപ്പിന് കോളപ്പ് ചെയ്യോ ഇല്ലയോ എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ നെയ്മറുടെ വിഷയം ഒരു വേൾഡ് വൈഡ് ടോപ്പിക്കാണ്. അത് ബ്രസീലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ ആ ഒരു സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ, ടീമിന് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. അവരാണ് താരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുന്നതും എനിക്ക് സമർപ്പിക്കുന്നതും. അത് വെച്ചിട്ടാണ് എവരിഡേ ഞങ്ങൾ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് പോയത്. സോ വേൾഡ് കപ്പ് നേടാൻ വേണ്ടി ബ്രസീലിനൊരു ഏറ്റവും ബെസ്റ്റ് ടീം സെലക്ട് ചെയ്യണം. അതിനുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഞാൻ കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ, പബ്ലിക്കിന് മുമ്പിൽ ഇതൊരു വളരെ ഹോട്ടായിട്ടുള്ള ടോപ്പിക്കായിരിക്കും. പക്ഷെ ഞങ്ങൾ കോച്ചിങ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്യൂ വളരെ നല്ല രൂപത്തിൽ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നുകൂടി കോച്ച് കാർലോ ആഞ്ചലോട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ താരങ്ങൾ ഒരു ഫുൾ സീസൺ കഴിഞ്ഞിട്ടാണ് മിക്കവരും വരുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രസീലിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ലാറ്റിൻ അമേരിക്കയിൽ മാത്രമാണ് ഇപ്പോൾ സീസൺ പകുതിയായി നിൽക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ MLS-ലും. ബാക്കി യൂറോപ്പിൽ നിന്നാണ് അധികം താരങ്ങളും ബ്രസീൽ ടീമിലുള്ളത്. അപ്പോൾ അവരൊക്കെ ഒരു സീസൺ മുഴുവൻ കഴിഞ്ഞ് ക്ഷീണിച്ചല്ലേ വരുന്നത്. വേൾഡ് കപ്പിൽ അത് ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കറിയില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറയുന്നത്. വേൾഡ് കപ്പ് എപ്പോൾ നടത്തണം, അതിന് നല്ല സമയം ഏതാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അത്ലറ്റ്സ് എല്ലാം ഒരു ഓൾ ഇയർ നന്നായി കളിച്ചിട്ടാണ് വരുന്നത്. സോ അവരുടെ വർക്ക് ലോഡ് ഞങ്ങൾ നല്ല കെയർഫുള്ളായിട്ട് അസസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പരിക്ക് പറ്റാതെ ഏറ്റവും നല്ല രൂപത്തിൽ ഗെയിമിന് താരങ്ങൾ ഇറക്കുക എന്നുള്ളതാണ്. സോ പ്ലെയേഴ്സിന് ഇനി വർക്കാണോ വേണ്ടത്, റെസ്റ്റാണോ വേണ്ടത്, അത് കൃത്യമായിട്ട് അസസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം എന്നുകൂടി കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.